ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മളേവരും കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഫിസിക്സിന്റെ പരീക്ഷ നാളെയാണ്. സോ എല്ലാവരും അടിപൊളിയായി തന്നെ പഠിക്കുക. സോ പല കുട്ടികളും എന്നോട് പറഞ്ഞൊരു കൺസേൺ ആണ്, സാറേ ഡയറക്ഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് എത്ര പഠിച്ചാലും ഞങ്ങൾക്ക് കൺഫ്യൂസിങ് ആണ്. എപ്പോഴും അത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണോ റൈറ്റ് ഹാൻഡ് റൂൾ ആണോ ഇനിയിപ്പോൾ തമ്പ് റൂൾ ആണോ എന്ന കാര്യമൊക്കെ പല ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് തറോ ആക്കി മാറ്റണം, അതിൻ്റെ കൺഫ്യൂഷൻ ഞങ്ങൾക്കൊന്ന് മാറ്റിയെടുക്കണം എന്ന് നിങ്ങൾ പലരും എന്നോട് പറഞ്ഞതാണ്. എൻ്റെ പിള്ളേര് പറഞ്ഞാൽ അണ്ണൻ കേൾക്കാതിരിക്കുന്നു തോന്നുന്നുണ്ടോ മക്കളെ? ഒരിക്കലുമില്ല. സോ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഡയറക്ഷൻ ഓറിയന്റഡ് ആയ മുഴുവൻ ചോദ്യങ്ങളുമായിട്ടാണ് അണ്ണൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരും തയ്യാറല്ലടാ? മുഴുവൻ മക്കളും റെഡി അല്ലടാ? എങ്കിലൊന്ന് ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. ഓക്കെ അല്ലേ മക്കൾ? എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. സോ ആദ്യം ഫസ്റ്റ് ഓരോ റൂൾസ് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവാണ്. സോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എല്ലാ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ അടിപൊളിയായി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. സോ ആദ്യത്തെ നിയമം എന്ന് പറഞ്ഞാൽ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്, വലതു കൈ നിയമം. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മക്കളെ. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം, ഇതിന്റെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ചാപ്റ്റർ നമ്പർ 3. ഇത് മൂന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിയമമാണ്. സോ അത് നിങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിയണം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എന്താണ് ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്? നിങ്ങളുടെ വലത് കൈ ഉയർത്തിപ്പിടിക്കുക, 3 വിരലുകളും പരസ്പരം ലംബമായി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. ഇനി ഞാൻ പറയുന്ന മന്ത്രം അങ്ങ് മനസ്സിൽ ധ്യാനിച്ചേടാ. ഫാദർ മദർ ചൈൽഡ്, ഫാദർ മദർ ചൈൽഡ്, അച്ഛനമ്മ കുട്ടി, അത്രേ ഉള്ളൂ. സോ ഇത് ഫോഴ്സിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു, ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു, ഇത് കറണ്ടിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? അഥവാ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബലമാണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കാന്തിക മണ്ഡലമാണ്, കറണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ വൈദ്യുതിയാണ്. സോ ഇതിന്റെ ഡയറക്ഷനാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. സോ അത് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി ഈ റൂൾ ആക്ച്വലി എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂളിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതുകൂടി നിങ്ങൾ പഠിക്കുക. സോ ഈ പറയുന്ന റൂൾ മൂന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ റൂളിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു വെച്ചാൽ വൈദ്യുതിയുടെ ദിശ കണ്ടുപിടിക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇഎംഎഫിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ അതെല്ലാം ഈ പറയുന്ന ചോദ്യവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന റൂളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സെറ്റ്. ഇനി മുന്നോട്ട് പോകാൻ പോവാണ്. സോ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ കണ്ട ചോദ്യമായിരിക്കും, മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമായിരിക്കും. ഇനി നിങ്ങൾക്കറിയാവുന്ന ആ ഒരു കാര്യം ഇപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയില്ലേ? ഇനി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ, കുറച്ചുകൂടി നിസ്സാരമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. നോക്കടാ മക്കളെ, ഇവിടെ എന്താണ്? ഈ കണ്ടക്ടർ മുകളിലോട്ട് ചലിപ്പിച്ചു കഴിഞ്ഞു വെച്ചാൽ വൈദ്യുതിയുടെ ദിശ എന്താണ്? ഈ കണ്ടക്ടർ മുകളിലോട്ട് ചലിപ്പിച്ചു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ദിശ എന്താണ്? സോ നമുക്കറിയാം, നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് റൂൾ യൂസ് ചെയ്യണം? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. വൈദ്യുതിയുടെ ദിശയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്. ആ കാര്യം നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, അതറിയാം. സോ ഇനി ഡയറക്റ്റ് ആയി തന്നെ അപ്ലൈ ചെയ്യാം മക്കളെ. റൈറ്റ് ഹാൻഡ് എടുത്ത് വെക്കുക. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചാലകത്തിന്റെ ചലനദിശ മുകളിലോട്ടാണ് നൽകിയിട്ടുണ്ട്, ശരിയല്ലേ? കണ്ടക്ടർ മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് ദ കണ്ടക്ടറിന്റെ ഡയറക്ഷനാണ്, ചാലകത്തിന്റെ ചലനദിശയാണ്. അടുത്തത് ഈ പറയുന്ന ചൂണ്ടുവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. സോ നോർത്ത് ടു സൗത്ത് വെക്കുക, ഇത് മുകളിലോട്ട് വെക്കുക. സോ കറണ്ട് എങ്ങോട്ടാണ്? എന്നെ നോക്കിയാണ് കറണ്ട് ഉള്ളത്. സിമിലർ വേ കറണ്ടിന്റെ ഡയറക്ഷൻ A to B ആണ്, അത് നിങ്ങൾ തിരിച്ചറിയുക. സോ ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം A to B. അടിപൊളിയായി മനസ്സിലായില്ലടാ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്ലിഞ്ചർ ആയിട്ട് മനസ്സിലായില്ലടാ? സോ നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട ചോദ്യവും പ്രാക്ടീസ് ചെയ്തു. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ. മുന്നോട്ട് പോവാം. പാടാ മക്കളെ, മുന്നോട്ട് പോവാം. അടുത്തതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റൂളാണ്. ഫ്ലെമിങ്ങിന്റെ ഇടതു കൈ നിയമം. അതേ കാര്യങ്ങൾ തന്നെയാണ്, അതേ പാരാമീറ്റേഴ്സ് തന്നെയാണ്. പക്ഷെ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ അഥവാ ചാലകത്തിന്റെ ചലനദിശയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്, പക്ഷെ ഇവിടെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ക്ലിയർ?
പാരാമീറ്റേഴ്സ് ഒക്കെ സെയിം ആണ്, നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് മക്കളെ എപ്പോഴും ചാലകം ചലിക്കുന്നത്. അതുകൂടി നിങ്ങൾ തിരിച്ചറിയുക. മോഷൻ ഓഫ് ദ കണ്ടക്ടർ എപ്പോഴും ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ കണ്ടുപിടിക്കുക. ക്ലിയർ? ഇനി നമുക്കൊരു ചോദ്യത്തിലോട്ട് കടന്നാലോ? ഇനി നമുക്കൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം. യെസ്, മാർച്ച് 2020 ചോദിച്ച ചോദ്യമാണ്. സോ ഞാൻ ബോർഡ് എക്സാം ആണ് മെയിൻലി ഞാൻ പോയിന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഓണപരീക്ഷയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള പടങ്ങളൊക്കെ നിങ്ങൾ തറവാക്കിയിരിക്കണം. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. റൈറ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു കാന്തത്തിനെ തൂക്കിയിട്ട പോലെ തോന്നുന്നുണ്ട് അല്ലേ? ആക്ച്വലി കാന്തത്തിനെ അല്ല തൂക്കിയിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കണ്ടക്ടർ ഉണ്ടല്ലോ, ആ കണ്ടക്ടറാണ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, കണ്ടക്ടർ ആണ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിലൂടെ എന്താണ്? അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത ഒരു ബാറ്ററിയാണ്, സ്വിച്ച് ആണ്. ലൈക്ക് ആ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ട്. ക്ലിയർ? ഇനി ശ്രദ്ധിക്കണം. ഓക്കെ, ചോദ്യം എവിടെ? ഇഫ് ദ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ഫ്രം എ ടു ബി, വിച്ച് ഡയറക്ഷൻ ദ കണ്ടക്ടർ വിൽ മൂവ്? എന്താ പറയുന്നത്? വൈദ്യുതി എയിൽ നിന്ന് ബിയിലോട്ടാണ് പോകുന്നതെങ്കിൽ ഏത് ദിശയിലായിരിക്കും ചാലകം ചലിക്കുന്നത്? ചാലകത്തിന്റെ പലിശ ദിശയല്ലടാ, ചലന ദിശയാണ്. ചലന ദിശ എന്തായിരിക്കും? ചലന ദിശ എന്തായിരിക്കും? അപ്പൊ നമുക്കറിയാം ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയണം അത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്കുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയി തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇടത് കൈ എടുക്കുക മക്കളെ. ഇവിടെ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ അവർ നൽകിയിട്ടുണ്ട്. എങ്ങോട്ടാണ് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എ ടു ബി ആണ്. സോ എ ടു ബി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. നമുക്ക് എല്ലായ്പ്പോഴും അറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. അപ്പൊ താഴോട്ടാക്കുക. കാരണം മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴോട്ട്, കറണ്ട് എ ടു ബി ആണെങ്കിൽ തള്ളവിരൽ അകത്തോട്ടല്ലേ, കാന്തത്തിനകത്തോട്ടല്ലേ തള്ളവിരൽ വരുന്നത്. സോ ഇറ്റ് ഈസ് മൂവിങ് ഇൻവേർഡ് ഡയറക്ഷൻ. ഇൻവേർഡ് ആയിരിക്കും. ഇൻവാർഡ് ഡയറക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ കാന്തത്തിനകത്തോട്ടായിരിക്കും ചാലകം ചലിക്കുക എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായല്ലേ? സോ ഏത് സിറ്റുവേഷനിൽ ഏത് റൂൾ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി എൻ്റെ പിള്ളേർക്ക് ലഭിച്ചില്ലടാ. ഇനി മുന്നോട്ട് പോവാം. അടുത്ത കാര്യത്തിലോട്ട് കിടക്കുന്നു. നെക്സ്റ്റ് വൺ ഉത്തരകൊണ്ട് അതിന്റെ ഇതിനെ സഹായിച്ച നിയമം ഏതാണെന്ന് ചോദ്യം. നമുക്കറിയാം ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഇതിന് നമ്മളെ സഹായിച്ച നിയമം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ടേം എക്സാമിനേഷൻ, ദാറ്റ് ഈസ് ഓണപ്പരീക്ഷ 2023 ഓണപ്പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന സാധനത്തിന്റെ പേരെന്താണ്? നമുക്ക് എല്ലാവർക്കും അത് കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷെ നിസ്സാരമായിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം, എന്റെ പിള്ളേര് ശ്രദ്ധിക്കണം. ഇതെന്താ സാധനം? ഇതൊരു ബാറ്ററിയാണ്. ഈ സെറ്റപ്പ് കാണുമ്പോൾ ജനറേറ്റർ ആണോ മോട്ടർ ആണോ എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. പക്ഷേ ഈ താഴെയുള്ള സാധനം കണ്ടാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ പോവും. കാരണം താഴെയുള്ളത് എന്താണ് മക്കളെ? ഒരു ബാറ്ററിയാണ്. ബാറ്ററി ആണെങ്കിൽ ഉറപ്പിച്ചോളൂ അത് മോട്ടറാണ്. സോ ഇറ്റ് ഈസ് എ DC മോട്ടർ. സംശയം വേണ്ട, ഇതൊരു DC മോട്ടറിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു DC മോട്ടറിന്റെ ചിത്രം തന്നെയാണ്. കൺഫ്യൂഷൻ വേണ്ട. ഇനി കാര്യത്തിലോട്ട് കിടക്കാം. കിടക്കുന്നു. ശ്രദ്ധിക്കണം എന്തൊക്കെയാണ്? ഇഫ് ദ കറണ്ട് ഈസ് ഫ്ലോസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ആർമേച്ചർ? കറണ്ട് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പോലെയാണ് ഒഴുകുന്നതെങ്കിൽ ആർമേച്ചറിന്റെ ചലനദിശ അല്ലെങ്കിൽ ആർമേച്ചർ കറങ്ങുന്ന ഡയറക്ഷൻ എന്താണ്? ആർമേച്ചർ കറങ്ങുന്ന ദിശ എന്താണ് എന്നാണ് ചോദ്യം. സോ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കിയടാ. കറണ്ടിന്റെ ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. നോക്കടാ, ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. സോ കറണ്ട് ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്. ഇതുപോലെയാണ് കറണ്ട് ഒഴുകുന്നത്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ ആർമേച്ചർ ഏത് ഡയറക്ഷനിൽ കറങ്ങുമെന്ന് കണ്ടുപിടിക്കുക. സോ ആർമേച്ചറിന്റെ കറക്കത്തിന്റെ ദിശ എന്ന് പറഞ്ഞു വെച്ചാൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആണ്. ഇത് ശരിയല്ലേ? ആ ചാലകത്തിന്റെ ചലന ദിശയ്ക്ക് തുല്യം തന്നെയല്ലേടാ. അപ്പൊ സംശയം വേണ്ട. അപ്പൊ ഫ്ലെമിംഗ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്ലൈ ചെയ്യുക. ഒരു സംശയം ഇവിടെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യുക. കറണ്ട് മുകളിലോട്ടാണ്. ലൈക്ക് ഞാൻ AB എന്ന് പറയുന്ന റീജിയൻ എടുക്കുന്നു. കറണ്ട് മുകളിലോട്ടാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? AB എന്നത് താഴോട്ടായിരിക്കും ചലിക്കുക. സംശയം വേണ്ട. AB ഈസ് മൂവിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. ക്ലിയർ? നെക്സ്റ്റ് വൺ, CD എന്ന് പറയുന്ന ഭാഗം എടുക്കാം. കറണ്ട് എന്ന് പറഞ്ഞാൽ C to D ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ്. CD എന്ന് പറയുന്ന ഭാഗം മുകളിലോട്ടായിരിക്കും ചലിക്കുക. യെസ്, ഇറ്റ് ഈസ് മൂവിങ് അപ്വേർഡ് ഡയറക്ഷൻ. സോ എന്ത് മനസ്സിലാക്കാം? ഈ ഭാഗം മുകളിലോട്ട്, ലൈക്ക് എന്ത് വെച്ച് കാണിച്ചു തരാം? എൻ്റെ iPad വെച്ച് കാണിച്ചു തരാം. ഈ ഭാഗം മുകളിലോട്ട്, ഈ ഭാഗം താഴോട്ട്. സോ ഇറ്റ് വിൽ റൊട്ടേറ്റ് ലൈക്ക് ദിസ്. ശരിയല്ലേ? ഇങ്ങനെയായിരിക്കും അത് കറങ്ങുക. ശരിയല്ലടാ മക്കളെ? അഥവാ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് മാനർ. ആന്റി ക്ലോക്ക് വൈസ് മാനറിലായിരിക്കും അതെന്ത് ചെയ്യുക? അത് കറങ്ങുക. ഇറ്റ് ഈസ് റൊട്ടേറ്റ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് മാനർ. യെസ്, ആന്റി ക്ലോക്ക് വൈസ് മാനറിലായിരിക്കും അത് കറങ്ങുക. അപ്രദക്ഷിണ ദിശ എന്നൊക്കെ പറയില്ലേ? ആന്റി ക്ലോക്ക് വൈസ്, അപ്രദക്ഷിണ ദിശ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച നിയമം സ്റ്റേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നിസ്സാരമല്ലടാ മക്കളെ,
അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു നിയമമല്ല, ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ്. ഈ പറയുന്ന സോളിനോയിഡിലൂടെ ഏത് ഡയറക്ഷനിൽ കറണ്ട് പോകുമ്പോഴാണ് അത് ഏത് പൊളാരിറ്റിയിലായിരിക്കും എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അഥവാ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സോളിനോയിഡ്സ് യൂസ് ചെയ്യുക. ആ സോളിനോയിഡ്സിലൂടെ ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ അത് ഏത് മാഗ്നറ്റിക് പോൾ ആണെന്ന് ചോദിക്കാം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുകയാണെങ്കിൽ അത് ഏത് മാഗ്നറ്റിക് പോൾ ആണെന്ന് ചോദിക്കാം. സോ അത് ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എൻകെയുടെ അമ്മായി, എൻ്റെ ആന്റി ഉള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. എനിക്കൊരു അമ്മായി ഉണ്ട്, എൻ്റെ അമ്മായി നോർത്ത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. സോ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോൾ ആണ്. അത്രേ ഉള്ളൂ, നിസ്സാരമാണ്. എൻ്റെ അമ്മായി അങ്ങ് നോർത്ത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. അങ്ങ് മുംബൈയിൽ എനിക്കൊരു അമ്മായി ഉണ്ടെന്ന് വിചാരിക്കുക. സോ എൻ്റെ അമ്മായി മുംബൈയിലാണ്. ദാറ്റ് മീൻസ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആന്റി ഉള്ളത് നോർത്ത് ഇന്ത്യയിലല്ലേ? അത്രേ ഉള്ളൂ, അത് പഠിക്കുക. അപ്പോൾ അടുത്ത ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് ആയിരിക്കും. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. ഇത് മനസ്സിൽ അങ്ങ് ഉറപ്പിക്കടാ. സോ ഇവിടെ കാണുന്നത് നോക്കടാ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. കാണടാ മക്കളെ, യെസ് ഇറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഒരു സംശയം വേണ്ട, ഇറ്റ് ഈസ് നോർത്ത് പോൾ. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് എന്താണ്? സൗത്ത് പോൾ ആയിരിക്കും. അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഇനി ചോദ്യങ്ങളിലോട്ട് കിടക്കാം. പാടാം. എന്താ ചോദ്യം? 2022 മോഡൽ എക്സാമിലെ ചോദ്യമാണടാ മക്കളെ. സോളിനോയിഡ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രോമാഗ്നറ്റ്. സോളിനോയിഡുകളെല്ലാം ഇലക്ട്രോമാഗ്നറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് DC കറണ്ട് ത്രൂ ദ സോളിനോയിഡ് അറ്റ് ദ എൻഡ് ഫേസിംഗ് ആസ് ഈസ് ക്ലോക്ക് വൈസ്. ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അഥവാ പ്രദക്ഷിണ ദിശയിലാണ് വൈദ്യുതി പ്രവഹിക്കുന്നതെങ്കിൽ അത് ഏത് കാന്തിക ധ്രുവമായിരിക്കും? അത് ഏത് മാഗ്നറ്റിക് പോൾ ആയിരിക്കും? ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ അല്ലടാ മക്കളെ. യെസ് ഇറ്റ് ഈസ് സൗത്ത് പോൾ. അതെന്താണ് മക്കളെ? അത് സൗത്ത് പോൾ ആണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. ഈ പറയുന്ന കാന്തിക ശക്തി, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു സോളിനോയിഡിലൂടെ കറണ്ട് ഒഴുകി കഴിഞ്ഞു വെച്ചാൽ അതൊരു കാന്തമായിട്ട് മാറും. ആ കാന്തത്തിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം? ഒന്നാമത്തെ പരിപാടി കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടാം, വൈദ്യുതിയുടെ ശക്തി കൂട്ടാം, അല്ലെങ്കിൽ വൈദ്യുതി കൂട്ടുക. രണ്ടാമത്തെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു വെച്ചാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഈ കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഇത് നിങ്ങൾ പഠിക്കുക. പ്രധാനപ്പെട്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ഒരു കാര്യം കൂടി പരീക്ഷയിൽ ചോദിക്കാം, ശ്രദ്ധിച്ചിരിക്കണടാ. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സോളിനോയിഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് ഞാൻ വലിച്ചിങ്ങനെ നീട്ടി എന്ന് വിചാരിക്കാം, വലിച്ചു നീട്ടി. അപ്പൊ ഇതിലേത് സോളിനോയിഡിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ? ഇതിലേത് സോളിനോയിഡിനായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ? ഉറപ്പിച്ചോളൂ, ആദ്യത്തെ സോളിനോയിഡിനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ. അതിന് കാരണം ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ചുറ്റുകളുണ്ട് എന്ന കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സോ അത് കൂടുമ്പോൾ കാന്തിക ശക്തി കൂടുന്നു. അഥവാ ചെറിയൊരു നീളത്തിൽ അല്ലെങ്കിൽ യൂണിറ്റ് നീളത്തിൽ എത്രത്തോളം ചുറ്റുകളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കാന്തിക ശക്തി കൂടും. സോ ഇവിടെ എന്താണ്? ഇവിടെ കൂടുതൽ ചുറ്റുകൾ. ഇപ്പൊ 1 സെന്റിമീറ്റർ നമ്മൾ നീളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ 3 ചുറ്റുകളുണ്ട്. ഇവിടെ 1 സെന്റിമീറ്റർ നീളം എടുത്തു കഴിഞ്ഞാൽ ഒരു ചുറ്റേ ഉള്ളൂ. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഒന്നാമത്തെ സോളിനോയിഡിനായിരിക്കും. അതുകൂടി പഠിക്കുക. ചിലപ്പോൾ നമ്മളെ കുഴപ്പിക്കാൻ അത്തരം ചോദ്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് കിടക്കുന്നു, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആണ് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രത്തിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? വിച്ച് ഈസ് കറക്റ്റ് വൈ? ഇതിലേതാണ് ശരിയായ ചിത്രം? അതിന്റെ കാരണം ബോധിപ്പിക്കുക. ഇതിലേതാണ് മക്കളെ ശരിയായ ചിത്രം? നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും. നോക്കണം. ആദ്യം നിങ്ങൾ അതിനു മുൻപായിട്ട് ബാറ്ററി എന്താണെന്ന് അറിയണം. ഇതാണ് ബാറ്ററി. റൈറ്റ്, സെല്ലുകളുടെ കോമ്പിനേഷൻ ആണ് ബാറ്ററി എന്ന് പറയുക. ഇതിലെ നീളം കൂടിയ ടെർമിനൽ പോസിറ്റീവും നീളം കുറഞ്ഞ ടെർമിനൽ നെഗറ്റീവുമായിരിക്കും. വൈദ്യുതി ഒഴുകുന്നത്, കറണ്ട് ഒഴുകുന്നത് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. കറണ്ട് ഒഴുകുന്നത് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. അത് നിങ്ങൾ തിരിച്ചറിയുക. സോ ഇവിടെ കറണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ കറണ്ട് എപ്പോഴും ഈ ഡയറക്ഷനിലായിരിക്കും ഒഴുകുക. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കണം. ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്. സോ കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇവിടെ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്. സോ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. ഇനി നിങ്ങൾ പറയടാ മക്കളെ, ഇത് എന്ത് ഡയറക്ഷൻ? യെസ് ഇറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ശരിയല്ലേ? അപ്രദക്ഷിണ ദിശയിലാണ്. അപ്രദക്ഷിണ ദിശ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന് എന്ത് പൊളാരിറ്റിയാണ്? നോർത്ത് പോൾ അല്ലേ വരേണ്ടത്? ഇവിടെ സൗത്ത് പോൾ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. തെറ്റല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അത് നോർത്ത് പോൾ ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ സൗത്ത് പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. തെറ്റാണ്. അടുത്ത്, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, പക്ഷെ നോർത്ത് പോൾ തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. സോ ദിസ് വൺ ഈസ് റൈറ്റ്. ഇത് ശരിയാണ്. അടുത്തത്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ
സൗത്ത് പോൾ അല്ലേ രാവിലെ ദോശ കഴിച്ച് തന്നെയാണ് മുകളിലോട്ട് വരുന്നത്. സോ ഇത് സൗത്ത് പോളല്ലടാ മക്കളെ, സംശയമില്ലല്ലോ. പക്ഷെ നോർത്ത് പോൾ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. സോ ഇതും എന്താണ്? ഇതും തെറ്റാണ്. സംശയം നിങ്ങൾക്ക് വേണ്ട. ദിസ് വൺ ഓൾസോ റോങ്. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായോടാ, അടിപൊളിയായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും കോൺഫിഡൻസ് കൂടുന്നുണ്ടല്ലോടാ. സെറ്റ്, മുന്നോട്ട് പോവാം. അടുത്തോട്ട് കിടക്കാം. ഞാൻ നിർത്തുന്നില്ല. അടുത്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമുക്കറിയാം പെരുവിരൽ നിയമം, മാക്സ്വെലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, പെരുവിരൽ നിയമം, വലത് കൈ പെരുവിരൽ നിയമം. ഒന്നുമില്ല, നിസ്സാരമാണ്. ദാ ഇങ്ങനെ പിടിക്കുക. ഈ കണ്ടക്ടർ ഏത് ഡയറക്ഷനിലാണോ വൈദ്യുതി പ്രവഹിക്കുന്നത്, ഏത് ഡയറക്ഷനിലാണോ കറണ്ട് ഒഴുകുന്നത്, ആ ഡയറക്ഷനിൽ തള്ളവിരൽ വെക്കുക. സോ മുകളിലോട്ടാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ മുകളിലോട്ട് തള്ളവിരൽ വെക്കുക. എങ്കിൽ അതിന് ചുറ്റുമുള്ള ഈ കേർവ്ഡ് ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ചുറ്റും വെച്ചിരിക്കുന്ന വിരലുകൾ, അത് കാന്തിക മണ്ഡലത്തിനെ അഥവാ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കും. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? സോ മുകളിലോട്ടാണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, താഴോട്ടാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വിരലുകൾ ഉണ്ടാവുക. ആ കാര്യം തിരിച്ചറിയുക. അത് അടിപൊളിയായിട്ട് ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. സെറ്റ് അല്ലേ? ഇനി ചോദ്യത്തിലോട്ട് കിടക്കാം. ഒരു അന്തസ്സുള്ള ചോദ്യമാണ്. അന്തസ്സുള്ള ചോദ്യം. ചിലപ്പോൾ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, ഈ ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എൻ്റെ മക്കൾ കാണണം, എൻ്റെ മക്കൾ തിരിച്ചറിയണം ഈ ചോദ്യങ്ങളും ഇതിന്റെ ഉത്തരങ്ങളും. റൈറ്റ്. The direction of magnetic field around the current carrying conductor is AB is depicted. ഉത്തരം ഒന്നുണ്ടാ. Find out the direction of current. സിമ്പിൾ ആണടാ. കാന്തിക മണ്ഡലത്തിന്റെ ദിശ നൽകിയിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? വൈദ്യുതിയുടെ ദിശ എന്താണ്? നോക്കടാ മക്കളെ, ഇവിടെ ഇതാണ് നമ്മുടെ ഈ നൽകിയിരിക്കുന്ന കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഇവിടെ എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അകത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ കറണ്ടിന്റെ ഡയറക്ഷൻ തള്ളവിരൽ സൂചിപ്പിക്കടാ. കറണ്ടിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? എടാ എന്റെ കൈയും ഈ ചിത്രവും തമ്മിൽ നിങ്ങൾ നോക്കരുത്, കാരണം റിഫ്ലക്ഷൻ ആണ്. സോ ആ രീതിയിൽ നിങ്ങൾ കമ്പയർ ചിലപ്പോൾ കിട്ടണമെന്നില്ല, നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. സോ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വളരെ നിസ്സാരമാണ്. സോ ഞാൻ ഇവിടെ എന്റെ മുന്നിലുള്ള ഐപാഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ അകത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഒഴുകുക. സോ സംശയം നിങ്ങൾക്ക് വേണ്ട. കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ബി ടു എ. കറണ്ട് ബിയിൽ നിന്ന് എയിലോട്ടാണ് ഒഴുകുക. സോ ആ കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അതിന് നമ്മളെ സഹായിച്ച നിയമം ഏതാണ് മക്കളെ? ബി ടു എ ആണ് കറണ്ട് ഒഴുകുന്നത്. അതിന് സഹായിച്ച നിയമം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോ. അന്തസ്സായിട്ട് മനസ്സിലായില്ലടാ. എങ്കിൽ മുന്നോട്ട് കിടക്കാം, മുന്നോട്ട് പോകാം. അടുത്തൊരു ചോദ്യം. ഇതും വളരെ ലളിതമായ ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. റൈറ്റ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുമില്ല, ഒരു സർക്കുലർ കോയിൽ ഉണ്ട്, ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബാറ്ററി ഉണ്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. സോ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ നമുക്കറിയാം. ചോദ്യം നോക്കാം. ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പി ആൻഡ് ക്യൂ. പിക്കും ക്യൂക്കും ഇടയിലുള്ള ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക. പിയിലൂടെ മുകളിലോട്ടാണ് കറണ്ട് ഒഴുകുന്നത്. സോ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്, നിസ്സാരമായിട്ട് പറയാൻ സാധിക്കുന്ന കാര്യം. ആന്റി ക്ലോക്ക് വൈസ്. എൻ്റെ ആന്റി അത്ര നന്നായിട്ടില്ല. സോ ദിസ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. അടുത്ത, താഴോട്ടാണ് ക്യൂവിൽ കറണ്ട് ഒഴുകുന്നത്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. യെസ്, ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? റൈറ്റ്. അടുത്ത, ഗീവ് എനി വൺ മെത്തേഡ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഒരു മാർഗം എന്താണ്? നിസ്സാരമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞു വെച്ചാൽ കറണ്ട് കൂട്ടുക, നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കഴിയുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് കൂടും. പിന്നെ അടുത്തത്, നമ്മൾ ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പോൾ ഒരു കണ്ടക്ടർ എടുത്തു, അതിന് ചുറ്റുമുള്ള ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ സ്വാധീനിക്കുന്ന ഫാക്ടർ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറണ്ടിന്റെ സ്ട്രെങ്ത് പറയാം. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കും. അങ്ങനെ കൂടി തിരിച്ചറിയണം മക്കളെ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് അടുത്തുള്ള ഒരു പോയിന്റ് ആണ് പി. ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ, കാന്തിക മണ്ഡലത്തിന് സ്വാധീനിക്കുന്ന ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുകളുടെ എണ്ണം നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ഈ സാഹചര്യത്തിൽ നിങ്ങൾ പറയേണ്ടത് കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടാന്ന് പറയാം. അല്ലെ, കറണ്ടിന്റെ സ്ട്രെങ്ത് ഒരു ഫാക്ടറാണ്. അടുത്തത്, ഈ ഡിസ്റ്റൻസ് ഒരു ഫാക്ടറാണ്. ആർ എന്ന് പറയുന്ന ദൂരം അഥവാ ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ. ആ പോയിന്റ് ഈ കണ്ടക്ടറിൽ നിന്ന്, ചാലകത്തിൽ നിന്ന് എത്ര ദൂരം അകലെയാണ്, അതൊരു ഫാക്ടറാണ്. സോ ആറും ഒരു ഫാക്ടറാണ്. അഥവാ ഇതാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതിന് അടുത്തുള്ള പോയിന്റ് ആണെങ്കിൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടാവും. അകലെയുള്ള പോയിന്റ് ആണെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കുറവായിരിക്കും. സോ രണ്ട് കാര്യങ്ങളാണ്. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഒന്നാമത്തെ കറണ്ട്, രണ്ടാമത്തെ ദൂരമാണ്, അകലമാണ്. ആ പോയിന്റ് നമ്മൾ എടുത്തിരിക്കുന്ന അകലമാണ്. ഈ കാര്യങ്ങൾ പഠിക്കുക. സോ ജസ്റ്റ് ക്വസ്റ്റ്യൻസിനപ്പുറം വേറെയും കുറേ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന രീതിയിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. സോ ഇന്നത്തെ ലൈവ് മറക്കരുത് മക്കളെ. ഇന്ന് കൃത്യം 7 മണിക്കാണ്. സോ നിങ്ങൾ മാത്രം വന്നാൽ പോരാ, എല്ലാ കൂട്ടുകാരെയും നിങ്ങൾ കൊണ്ടുവരിക. ജസ്റ്റ് കുറച്ച് ചവർ ക്വസ്റ്റ്യൻസ് നൽകിയിട്ട് ഇത് പഠിച്ചിട്ട് പോകൂ, ഇത് വരും എന്ന രീതിയിൽ നിങ്ങളെ കബളിപ്പിക്കുകയല്ല സൈലം ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് കുട്ടപ്പന്മാരാക്കാൻ പോവാണ്. അതായത് പരീക്ഷയ്ക്ക് വരുന്ന മുഴുവൻ ചോദ്യങ്ങളും നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചത്.
ഈ ലാസ്റ്റ് മൊമെന്റിൽ വന്ന് ലൈവ് കണ്ട കുട്ടിയാണെങ്കിലും നാളത്തെ ചോദ്യ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് സൈലത്തിന്റെ മക്കളാണ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് തിരിച്ചിറങ്ങി വരും. അതാണ് അണ്ണൻ എൻ്റെ മക്കൾക്ക് നൽകുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സൈലത്തെ വിശ്വസിക്കുക, മികച്ച മാർക്കിലോട്ട് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ഞങ്ങൾ ഉണ്ടടാ മക്കളെ. ലൈവ് മറക്കരുത്, ലിങ്ക് താഴെയുണ്ട്, ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക, എല്ലാവരെയും കൊണ്ടുവരിക, പവർ കാണിക്കണം. ഇന്ന് നിങ്ങൾ കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് മക്കളെ. ലവ് യു ആൾ. ടാറ്റാ.